അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഖൈറായ സന്തോഷമുള്ള ബർക്കത്തുള്ള ഐശ്വര്യമുള്ള നല്ലൊരു ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികളിൽ ഒരു 40% അല്ലെങ്കിൽ ഒരു 30% കുട്ടികൾക്കും ഇന്ന് സ്കൂളിലും മദ്രസയിലും മറ്റു പാഠശാലകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല, ബുദ്ധിശക്തിയില്ല, പഠിച്ചത് മറന്നു പോവുകയാണ്. ചില കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടാവും, ബുക്കെടുക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എടുക്കുന്ന പാഠങ്ങൾ പഠിക്കാനും ഉസ്താദുമാരെയും ഗുരുക്കന്മാരെയും ആദരിക്കാനും സ്നേഹിക്കാനും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും അവരുടെ പൊരുത്തം നേടാനും നമുക്കും മക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് പഠിച്ചാൽ മറന്നു പോവുക, പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പരീക്ഷ വരുമ്പോൾ എത്ര പഠിച്ചാലും അത് മനസ്സിൽ നിൽക്കുന്നില്ല, ചോദ്യപേപ്പർ കിട്ടുമ്പോൾ മറന്നു പോവുകയാണ്, ഓർമ്മ കിട്ടുന്നില്ല എന്നിങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പല ആളുകളിൽ നിന്നും കേൾക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു മരുന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം, അത് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കൾക്ക്, ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഏതൊരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് ഖുർആനാവട്ടെ മറ്റു പച്ചമരുന്നുകളാകട്ടെ വേറെ എന്താവട്ടെ, ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരണമെങ്കിൽ ദിവസങ്ങൾ പിടിക്കും. നമ്മൾ വിചാരിക്കും യൂട്യൂബിലൂടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞത് കേട്ട് അത് ചെയ്താൽ അത് അപ്പം തന്നെ ശരിയാകും എന്ന്. ശരിയാകുന്നതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ദിവസങ്ങളോളം നമ്മൾ അതിൻ്റെ പിന്നാലെ ആത്മാർത്ഥമായി കൂടണം. ഇപ്പോൾ ഒരു ആയത്തോ ഒരു ഖുർആൻ്റെ സൂറത്തോ ഓതാൻ പറയുമ്പോൾ അത് ഒരു ദിവസമോ 2 ദിവസം അല്ല പറയേണ്ടത്, അത് ദിവസങ്ങളോളം. കാരണം ഖുർആൻ അള്ളാഹു നമ്മളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ എത്രത്തോളം അള്ളാഹുമായിട്ട് നമ്മൾ അടുക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്, നമ്മൾ ഓതുന്നുണ്ട് എന്ന് അള്ളാഹു നിരീക്ഷിക്കും. അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന മറുപടിയും ഉത്തരവും ഫലങ്ങളുമൊക്കെ. അപ്പോൾ അത് ദിവസങ്ങളോളം, ചില ആളുകൾക്ക് 7 ദിവസം 11 ദിവസം 3 ദിവസമൊക്കെ ഓതുകയോ മന്ത്രിക്കുകയോ ഒക്കെ ചെയ്താൽ ചില ആളുകൾക്ക് ഫലം കിട്ടും. ചില ആളുകൾ 21 ദിവസം 41 ദിവസം 3 മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ചില ആളുകൾക്ക് അങ്ങനെയാണ് ഫലം കിട്ടാറ്. ഏതായാലും ഫലം കിട്ടാതിരിക്കില്ല, ഒരുപാട് ഫലം കിട്ടും. നമ്മൾ ഉദ്ദേശിച്ചത് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്കതിന് നമ്മൾ ദുന്യവിയായ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ആ ഓത്തുകൊണ്ട് ആ കർമ്മം കൊണ്ട് ഉദ്ദേശം പൂർത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾക്കതിൽ ഭയപ്പെടാനോ പേടിക്കാനോ വിഷമിക്കാനോ സങ്കടപ്പെടാനോ ഇല്ല. കാരണം നമ്മൾ ആ ഓതിയ ഖുർആനിന് ഓരോ ഹർഫ് അനുസരിച്ച് നമുക്ക് നമ്മുടെ മരണസമയത്തും നാളെ ഖബറിലും അതുപോലെ ബർസഖിയായ ലോകങ്ങളിലും അള്ളാഹുവിൻ്റെ കോടതിയിലൊക്കെ നമുക്കതിന് കൂലി പ്രതിഫലം അള്ളാഹു നൽകും. അപ്പോൾ നമുക്ക് ഖുർആൻ ഒരിക്കലും എന്തല്ല, നഷ്ടമല്ല, പരാജയമല്ല,
അത് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് പലതും നേടിത്തരും. അതുകൊണ്ട് വിഷമിക്കാനോ പേടിക്കാനോ ഇല്ല. ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരും. അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ബ്രഹ്മി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ബ്രഹ്മി, അത് ചെറിയ ഇലയുള്ള വെള്ളത്തിൽ നല്ല പശർമ്മയുള്ള നനവുള്ള പ്രദേശത്തൊക്കെ കിണറ്റിൻ്റെ അരികെ, പാടത്തിൻ്റെ അരികെ, വയലിൻ്റെ അരികെയൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് ബ്രഹ്മി. അത് പച്ച ബ്രഹ്മി എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുക. ഇനി ബ്രഹ്മി നിങ്ങൾക്ക് പച്ചയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടും ബ്രഹ്മി. ആ ബ്രഹ്മി വാങ്ങുക. അത് കുപ്പിയിൽ, അതൊരു ലേഹ്യം പോലെയുള്ള ഒരു കുപ്പി കിട്ടും. ആ കുപ്പി വാങ്ങുക. അല്ലെങ്കിൽ പച്ച ബ്രഹ്മി എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുക. എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ബ്രഹ്മിൻ്റെ നീരാണെങ്കിൽ അത് ഒരു 2 സ്പൂണ് നീരൊഴിക്കുക. ഇനി പീടികയിൽ നിന്ന് വാങ്ങുന്ന ആ ബ്രഹ്മിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂണ് അത്, ആ ലേഹ്യം അത് ഒഴിച്ച് നല്ലോണം കലക്കി വൃത്തിയാക്കി വെക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഒരു 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും വഖുർ റബ്ബി സിദ്നി ഇൽമ, വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന് 21 വട്ടം പറയുകയും അതിനോട് കൂടെ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഒരു 3 വട്ടവും ഓതി ഈ മിക്സ് ചെയ്തു വെച്ച ആ മരുന്നിൽ, ആ വെള്ളത്തിൽ, ആ ബ്രഹ്മിയിലേക്ക് ഇഷ്ഫി യാ അല്ലാഹ് എന്ന് പറഞ്ഞ് ഊതുകയും അത് കുട്ടികൾക്ക്, ഈ പഠന താല്പര്യമില്ലാത്ത, മനസ്സിൽ നിൽക്കാത്ത, പഠിച്ചത് മറന്നു പോകുന്ന, ഓർമ്മയില്ലാത്ത, ഓർമ്മശക്തി ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് വെറും വയറ്റിൽ കൊടുക്കുക. എൻ്റെ കുട്ടി പഠിക്കണം, നന്നാവണം, പരീക്ഷയിൽ വിജയിക്കണം, ഉഷാറാവണം എന്ന് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാം. നമുക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നും വരാനില്ല കേട്ടോ. അത് രാവിലെ കൊടുക്കണം വെറും വയറ്റിൽ. അതുപോലെ രാത്രി ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇത് സ്ഥിരമാക്കണം. ചുരുങ്ങിയതൊരു 41 ദിവസമെങ്കിലും ഇത് നമ്മൾ കൊടുക്കണം. അതൊരു 21 ദിവസമാകുമ്പോൾ തന്നെ അതിൻ്റെ ഫലം നമുക്ക് കുറേശ്ശെ കാണാൻ സാധിക്കും കുട്ടികളിൽ. കുട്ടികൾക്ക് പഠിക്കാൻ പ്രത്യേക താല്പര്യവും സന്തോഷവും പറയുന്നത് അനുസരിക്കുന്ന രീതിയൊക്കെ നമുക്ക് കുട്ടികളിൽ നിന്ന് കാണാൻ പറ്റും. ഈ കാര്യം നിങ്ങൾ ചെയ്യുക, ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും. അള്ളാഹു ഫലം കിട്ടുന്ന ഒരു മരുന്നായി ഇതിനെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യാനും നമ്മുടെ കുട്ടികൾ മാറി വരാനും ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, പഠന വൈഭവമുള്ള നല്ല കുട്ടികളായി മാറി അനുസരിച്ച് നമുക്കൊക്കെ ഉപകാരമുള്ള കുട്ടികളാക്കി അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.